ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് മുതിർന്നവർക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി സൂപ്പർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിവിടെ 1 ടീസ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഓയിലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാൻ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും അമർത്തണം. അങ്ങനെ ഇതാ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇതവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങ ഇത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ ഇതാ തേങ്ങ ഇവിടെ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറൊന്നും ഒരുപാടൊന്നും അങ്ങ് മാറി വരുമൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് എന്താ പറയുക, അതിൻ്റെ തേങ്ങയുടെ പച്ച ചുവയില്ലേ അതൊന്ന് മാറി വന്നാൽ മതി. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇതുപോലെ ആ ഒരു പാത്രത്തിൻ്റെ സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഇവിടെ 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം കുറച്ച് കുറവാട്ടാ, എനിക്ക് മധുരം കുറച്ച് കുറവേ വേണ്ടു. അതുകൊണ്ടാണ് ഞാൻ 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3.5 ടേബിൾ സ്പൂണെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മുടെ മുട്ടയും തേങ്ങയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയും അതുപോലെ എന്താ പറയുക മുട്ടയെല്ലാം വേറെ വേറെ ആയിട്ട് നമ്മൾ വറവെല്ലാം തയ്യാറാക്കില്ല, അതുപോലെ ഇത് വേറെ വേറെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പില്ലേ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇതവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയോ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ മുട്ട നേരിട്ടിട്ട് ഒരിക്കലും നമ്മൾ എടുക്കുന്ന ആ ഒരു എന്താ പറയുക പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കരുത്. വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷമേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. നമ്മുടെ മുട്ട കേടാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ സാധനം എല്ലാം ചാടേണ്ടി വരും. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്കിനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഒരു ദോശ ഒന്ന് ചുട്ടെടുക്കണം. ഞാൻ ഇതിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ 1 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെ ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് കൊണ്ട് ഇത് തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇതിവിടെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഓരോ ദോശയും ഇവിടെ പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദോശയുടെ ആ ഒരു നല്ല ഭാഗം പ്ലേറ്റിൻ്റെ ഉൾഭാഗത്ത് വരുന്ന തരത്തിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ നേരത്തെ ചുട്ടെടുത്ത ദോശയുടെ കുറച്ചൊന്ന് ബാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ആ ഒരു ബാറ്ററി ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളത് മുഴുവനും ചെയ്തിട്ട് ഇനി കാണിക്കാം കേട്ടോ. അങ്ങനെ എനിക്ക് ഇവിടെ 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ബ്രഷ് വെച്ചിട്ട് മുട്ട ഇതിൻ്റെ ഈ ഒരു സ്നാക്കിൻ്റെ മുകളിൽ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം.
നമുക്കൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കുറച്ച് എന്താ പറയുക നെയ്യോ അതോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സ്നാക്ക് ഇതാ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മറ്റേ ഭാഗം കൂടി ഇതുപോലെ നമുക്ക് മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പുറം ഭാഗം നല്ല ഗോൾഡ് കളറായിട്ട് വരുന്നത് വരെ ഞാൻ ഇതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഞാൻ ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ളൊരു സ്നാക്ക് ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി സ്നാക്ക് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അത്രയും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിന് മാത്രമല്ല നിങ്ങളുടെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.